രാക്ഷസ പ്രണയം. രചന, അവതരണം അലങ്കൃത അഭിലാഷ്. പേടിക്കൊന്നുമില്ല കേട്ടോ, ഇയാളിപ്പോ ഒക്കെയാണ്. അതും പറഞ്ഞ് ഡോക്ടർ അവളുടെ കവളിൽ മെല്ലെ തട്ടി. നേരെ അടുത്തു നിന്ന ഡെവിളിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം ഡെവിളും. റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ തന്നെ ഭാനുമതിയും റിയയും റോഷനും എല്ലാവരും ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് CPR കൊടുക്കാൻ പറ്റിയത് നന്നായി. ഇനി പേടിക്കണ്ട. ബട്ട് ആള് കുറച്ചൊന്ന് പേടിച്ചിട്ടുണ്ട്. തുടരെ കുറച്ച് ഇൻസിഡൻസ് വന്നുകൊണ്ടാവും. വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ ഡോക്ടർ? ഡെവിൾ അല്പം ടെൻഷനോടെ ചോദിച്ചു. ഡോണ്ട് വറി. ഫിസിക്കലി ആളിപ്പോൾ ഒക്കെയാണ്, ബട്ട് മെൻ്റലി അത്ര ഒക്കെ ഇല്ല. ചിലപ്പോൾ ഈ വീട്ടിൽ തന്നെ ഒതുക്കിക്കൂടി നിൽക്കുന്നുണ്ടാവും. ഒന്ന് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. ഡോക്ടർ അത് പറയേ ഡെവിൾ ഒഴികെ ബാക്കി എല്ലാവരുടെയും മുഖം ചുളിഞ്ഞു. ദാറ്റ്സ് ഓൺലി മൈ ഒപ്പീനിയൻ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ ഡോക്ടർ. അത് പറഞ്ഞ് ഡെവിൾ ഡോക്ടറെ നോക്കി തലകുലുക്കി. ക്ഷീണവും തളർച്ചയും ഒരുവിധം വിട്ടുമാറിയ ദേവിനി കിടന്ന മുറിയിൽ നിന്നും മെല്ലെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. വരുന്ന മാത്രയിൽ ലിവിംഗ് ഏരിയയിലെ ഒരു ചിത്രത്തിൽ അവളുടെ നോട്ടം മുടക്കി നിന്നു. പരസ്പരം ആലിംഗനം ചെയ്യുന്ന ഒരു രാജകുമാരന്റെയും രാജകുമാരിയുടെയും ചിത്രം. ആ നിമിഷം അവളുടെ ഓർമ്മയിലേക്ക് കടന്നു വന്നത് തന്നെ ചേർത്തണച്ച് തന്നെ നോക്കി വേദനയോടെ കരയുന്ന ഡെവിളിന്റെ മുഖമാണ്. മറുജീവൻ തന്നവളെ ചേർത്ത് പിടിച്ചവൻ കണ്ണീരോടെ തന്നെ തന്നെ നോക്കി ഡെവിളിന്റെ ആ വാത്സല്യം നിറഞ്ഞ മുഖം. അത് മാത്രമായിരുന്നു ആകെ കൂടി അവൾക്ക് ഓർമ്മയുള്ളത്. അവൾ പോലും അറിയാതെ അവളുടെ കൈ ആ ചിത്രത്തിൽ തലോടി. എന്താണെന്നറിയാത്തൊരു കാരണത്താൽ അവളുടെ കണ്ണ് നനഞ്ഞു. തമ്പുരാട്ടി എഴുന്നേറ്റോ? പിന്നിൽ നിന്നുയർന്നു കേട്ടൊരു ശബ്ദം. ഒരു ഞെട്ടലോടെ ചിന്തകളിൽ നിന്നുണർന്ന ദേവിനി കണ്ണുനീർ തുടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. മുന്നിൽ ഭാനുമതിയും റിയയും. നിനക്കൊടുക്കത്ത ആയുസാണല്ലോ പെണ്ണെ. ഭാനുമതി ഒരു പുച്ഛത്തോടെ അവളുടെ മുഖത്തിന് നേരെ വന്നു നിന്നു. പിന്നിൽ നിന്ന് റിയയുടെ മുഖത്തും അതേ പുച്ഛം നിറഞ്ഞിരുന്നു. നീ എന്തായാലും ഞാനാണ് നിന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന കാര്യം ആർക്കേട് പറയാത്ത നന്നായി. പറഞ്ഞിരുന്നേ ഭാനുമതി ആരാണെന്ന് നീ അറിഞ്ഞേനെ. ദേവിനി തെല്ല് ഭയത്തോടെ തല കുനിച്ചു നിന്നു. നിനക്കിനിയും മനസ്സിലായില്ലേ നീ ഇവിടെ നിന്നാ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന്? എന്നോടോ എൻ്റെ മക്കളോടോ കളിക്കാൻ നിൽക്കാതെ എത്രയും വേഗം ഈ വീട് വിട്ട് പോകാൻ നോക്ക് നീ. അതാ നിനക്ക് നല്ലത്. മനസ്സിലായോടി? എല്ലാം കേട്ടിട്ട് അവളുടെ ഒരു നിൽപ്പ് കണ്ടില്ലേ അമ്മേ? വാട്ട്സ് ഗോയിങ് ഓൺ ദേർ? അപ്പോഴാണ് ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവിടേക്ക് കേട്ടത്. ഡെവിളിന്റെ. അവനെ കണ്ടതും റിയയും ഭാനുമതിയും ഒന്ന് പരിങ്ങി. ഒന്നുമില്ല മോനെ, ഞങ്ങൾ വെറുതെ ഈ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതാ. ഭാനുമതി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് റിയയെ ഒരു കള്ളനോട്ടം നോക്കി. ദേവിനെ ഒന്നും മിണ്ടിയില്ല. രണ്ടാളെയും മാറി മാറി നോക്കി ദഹിപ്പിച്ച് ഡെവിളും. മാധവിയമ്മ. ഡെവിൾ പെട്ടെന്ന് കിച്ചണിലേക്ക് തിരിഞ്ഞു നീട്ടി വിളിച്ചു. എന്താ ഋഷിക്കുഞ്ഞേ? അവർ ഒരു പിടപ്പോടെ സാരിത്തുമ്പിൽ കൈതുടച്ചുകൊണ്ട് ഓടി വന്നു. കുഞ്ഞെന്നെ വിളിച്ചായിരുന്നോ? മാധവിയമ്മ, നാളെ നമുക്കൊരു ട്രിപ്പുണ്ട്. 2 ദിവസത്തേക്ക് സർവൻസിനോടൊന്നും വരണ്ടെന്ന് പറഞ്ഞേക്ക്. ആയിക്കോട്ടെ കുഞ്ഞെ. അത് കേട്ടത് പെട്ടെന്ന് എല്ലാവരും ഒന്നും മനസ്സിലാക്കാതെ മിടിച്ചു നിന്നു. എന്താ മോനെ പെട്ടെന്നൊരു യാത്ര? ഇതൊന്നും പതിവില്ലാത്താണല്ലോ. എല്ലാവരും അടിയോട് ഭാനുമതി വിക്കിയാണ് ഡെവിളിനോട് ചോദിച്ചത്. അതമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഈ പെണ്ണിന്റെ മൈൻഡ് ഒക്കെ ആവാൻ പുറത്തോട്ടൊക്കെ പോകണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? അതാ കാര്യം. റിയ ഭാനുമതിയുടെ കാതിലേക്ക് ഒതുങ്ങി. കേൾക്കെ ഭാനുമതി ദേവിനിയെ ഒന്ന് ചെറിഞ്ഞു. അവൾ ഒരു അക്ഷരം മുറിയാടെ മുഖം കുനിച്ചു. എന്താ മോനെ ഇത്? ഒരു വേലക്കാരിക്ക് വേണ്ടിയാണോ ഇതൊക്കെ? ഭാനുമതി. അടുത്ത നിമിഷം ആ അലർച്ച കേട്ട് ഭാനുമതി ഒന്ന് ഞെട്ടി. നിങ്ങളോട് ആരാ പറഞ്ഞത് ദേവിനി ഇവിടുത്തെ വേലക്കാരിയാണ്? അവളിവിടുത്തെ വേലക്കാരിയായിട്ട് ഇവിടെ ആരും കാണാൻ വേണ്ട, മനസ്സിലായോ? ആ അവസാന വാക്കിൽ ഭാനുമതി വിറച്ചുപോയി. മാധവിയമ്മേ, ആര് വന്നാലും ഇല്ലെങ്കിലും മാധവിയമ്മ ഉണ്ടാവണം ദേവിനിയുടെ കാര്യങ്ങൾ നോക്കാൻ. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഒരാജ്ഞ പോലെ പറഞ്ഞവൻ തിരിഞ്ഞു നടന്നു. റിയയുടെയും ഭാനുമതിയെയും കടുപ്പിച്ചുള്ള നോട്ടം വീണ്ടും ആ പാവത്തിലേക്ക് തിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഒരുങ്ങിക്കെട്ട് വേഗമായി പുറത്തേക്കിറങ്ങാൻ ആദ്യം ധൃതി കാണിച്ചത് റിയ തന്നെയായിരുന്നു. ഒരു മടുപ്പോടെ ഭാനുമതിയും റോഷനും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. 2 കാറിലായി മാധവി സാധനങ്ങൾ തരംതിരിച്ചു വെച്ചു. അതിൽ പുറകിൽ കിടന്ന കാറിലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് റോഷൻ കയറിയിരുന്നു. മുന്നിലെ കാറിന്റെ അടുത്ത് നിൽക്കുന്ന ദേവിനിയെ തുറച്ചു നോക്കിക്കൊണ്ട് ഭാനുമതി റോഷൻ ഇരുന്ന കാറിലേക്ക് കയറി. എന്നാൽ റിയ ഓടി വന്ന് കയറിയത് മുന്നിൽ കിടന്ന ഡെവിളിരുന്ന കാറിലേക്കായിരുന്നു. എവിടേക്കാണ്? അവളെ കണ്ടത് ഡെവിളൊന്ന് പല്ലുറുമിക്കൊണ്ട് ചോദിച്ചു. നീ പുറകിലെ കാറിലേക്ക് വെക്കോ, ഇവിടെ ദേവിനി ഇരുന്നോളൂ. അത് കേട്ട് വല്ലാത്തൊരു ദേഷ്യത്തോട് റിയ ദേവിനിക്ക് നേരെ കണ്ണു കുറിപ്പിച്ചു. ദേഷ്യത്തോടെ ആ കാറിൽ നിന്നിറങ്ങി പുറകിലേക്ക് പോയി. ഇങ്ങോട്ട് കയറി മോളെ,
മാധവി വെച്ച് പുറകിരുന്നോളാം. മാധവി ദേവിനിയെ മുന്നിലെ സീറ്റിലേക്ക് ഇരുത്തി പിന്നിലെ സീറ്റിലേക്ക് കയറി. നമുക്കെന്നാ പോവാം മാധവിയമ്മ. അത് പറഞ്ഞവൻ സീറ്റ് ബെൽറ്റ് ദേഹത്തേക്കിട്ടു. അത് നോക്കി നിന്ന് ദേവിനിയും സീറ്റിൽ ഒതുങ്ങിക്കിടന്ന ബെൽറ്റിനെ പതിയെടുക്കാനായി നോക്കി. പക്ഷെ അത് വരുന്നുണ്ടായിരുന്നില്ല. ഇത് വരുന്നില്ലല്ലോ. വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് തൊട്ടു മുമ്പേ ആയിരുന്നു ഇടത് ഭാഗത്തു നിന്നും ഒരു ഞെരുക്കം കേട്ടത്. ഡെവിൾ നോക്കുമ്പോൾ കക്ഷി അവിടെ ഇരുന്ന് ഞെരുവിരി കൊള്ളുന്നു. സംഭവം കാറിൽ സീറ്റ് ബെൽറ്റ് ഇടാനുള്ള പെടാപ്പാടാണെന്ന് അപ്പോഴാണ് ഡെവിളിന് മനസ്സിലായത്. ഡെവിൾ താനിട്ടിരിക്കുന്ന സീറ്റ് ബെൽറ്റിനെ ഇളക്കി മാറ്റി അവളിരുന്ന ഭാഗത്തേക്ക് ചേർന്നിരുന്നവൻ ആ സീറ്റ് ബെൽറ്റിനെ മെല്ലെ എടുത്തു. ഒട്ടും പ്രതീക്ഷിക്കാതെ മുന്നിലേക്ക് ആഞ്ഞു വന്ന ആളിനെ കണ്ടതും ദേവിനെ ഒരു ഞെട്ടലോടെ നോക്കി. സീറ്റ് ബെൽറ്റ് അവളുടെ മാറിലൂടെ അണിയുമ്പോൾ അവന്റെ ശ്വാസം അവളിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. അവളുടെ ചുണ്ടുകളെ വിറപ്പിച്ചുകൊണ്ട് നെഞ്ചിടിപ്പോടി ദേവി ആ മെഴുകളിലേക്ക് തന്നെ നോക്കി. സ്വയം മറന്നുകൊണ്ട് അവനും ആ കണ്ണുകളിലെ തിളക്കം അവൾ അപ്പോഴും അറിയുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പിന്റെ സ്വരം കേൾക്കെ അവന്റെ മെഴുകൾ മെല്ലെ മെല്ലെ താഴോട്ട് പോയി. അത് അവളുടെ നിറമാറിലേക്ക് എത്തി നിന്നു. തന്റെ സാമീപ്യത്തിൽ മാത്രം ഉറഞ്ഞു പൊട്ടുന്ന അവളുടെ കുഞ്ഞു ഹൃദയം. ഋഷിക്കുഞ്ഞെ, നമുക്ക് പോകണ്ടായോ? മാധവി ചേച്ചിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ പെട്ടെന്ന് ആ നോട്ടം മാറ്റിയത്. ധൃതിയോടെ അവളുടെ സീറ്റ് ബെൽറ്റ് നേരെയാക്കി പതർച്ചയോടെ അവനൊന്ന് മൂളി. അതോടെ വണ്ടി സ്റ്റാർട്ടാക്കി മുന്നിലേക്ക് പോയി. ഏറെ നേരത്തെ യാത്ര. തിരക്കുള്ള റോഡും കഴിഞ്ഞ് കാർ മെല്ലെ തിരക്കൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് നീങ്ങി. കാർ ഡോറിലേക്ക് ചാരിക്കിടന്ന ദേവിനിയുടെ കാതുകളിലേക്ക് കടൽക്കാറ്റിന്റെ ഇരമ്പിൽ ഇരച്ചു കയറി. അപ്പോഴാണ് അവൾ മുഖമുയർത്തി പുറത്തേക്കൊന്ന് നോക്കിയത്. നീലനിറം വീണ് കിടക്കുന്ന നീണ്ട കടൽ. ഒരത്ഭുതം പോലെ ദേവിനി പെട്ടെന്ന് ഡെവിളിനെ നോക്കി. അവൻ അപ്പോഴും മുന്നോട്ട് നോക്കി കാർ ഓടിക്കുന്ന ശ്രദ്ധയിലായിരുന്നു. തന്റെ പ്രാണൻ തുടിക്കുന്ന, തന്റെ പ്രണയം തുടിക്കുന്ന കടൽ. തന്റെ ഡെവിളുമായുള്ള നിമിഷങ്ങൾ പെയ്തിറങ്ങിയ ആ കടലിനെ അവൾ അറിയാതെ ഓർത്തുപോയി. തനിക്കൊരു മാറ്റം വേണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ താൻ അത്രമേൽ ആഗ്രഹിക്കുന്ന ഇവിടമാണെന്ന് ഡെവിൾ എങ്ങനെ അറിഞ്ഞു? അവൾ വല്ലാത്തൊരു അതിശയത്തോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ആ കാറ്റിൽ തിരമാല പോലെ അലയുന്ന അവന്റെ മുടിയിഴകൾ. ആ മുഖത്തേക്ക് നോക്കുന്തോറും അവളുടെ മനസ്സിന് വല്ലാത്ത കൗതുകം തോന്നി. അല്പനേരം ആ കടൽ തീരത്ത് കൂടി പതിയെ നീങ്ങിയ കാർ പാർക്കിങ്ങിലേക്ക് കയറ്റി നിർത്തി. പിന്നാലെ വന്ന റോഷന്റെ കാറും. അവർ പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഈ നട്ട വെയിലത്ത് കടൽ കാണിക്കാനാണ് ആർക്കൊക്കെ അത്യാവശ്യത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു തന്നത്? റിയ കടൽ തീരം കണ്ടാകെ മുഖം ചുളുക്കി. ഒന്നും മിണ്ടാതിരിക്കടി. അവൻ ഇവിടെ കൊണ്ടുവന്നതിന് വലിയ ഭാഗ്യം. ഇത്രയും നാൾക്കിടയ്ക്ക് അവൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? എന്തായാലും 2 ദിവസം ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്നാലും അമ്മയെ ഇടി, നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ അവനവളും മാത്രമായിരിക്കും വരുന്നത്. അവളാണെങ്കിൽ ആരെ മടക്കിട്ടെന്ന് നോക്കി ഇരിക്കുക. അതിനൊരവസരം നമ്മളായിട്ട് കൊടുക്കണോ? അതും ശരിയാ, ഞാനത് ഓർത്തില്ല. എന്തായാലും നീ ഒന്ന് ശ്രദ്ധിച്ചോ രണ്ടാളെ. അപ്പോഴേക്കും ഡെവിൾ തന്റെ ചെവിയിലെ ബ്ലൂടൂത്തിനെ അമർത്തി ആരെയോ കോൾ ചെയ്ത് മുന്നിലേക്ക് പോയിരുന്നു. തൊട്ടു പിന്നാലെ മാധവിക്കൊപ്പം അവനിൽ നിന്നും കണ്ണെടുക്കാതെ ദേവിനി. അവന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണിൽ കാലമർത്തി നടക്കുമ്പോൾ അവളുടെ നെഞ്ചിൽ വല്ലാത്തൊരു തണുപ്പ്. ആ കടൽ സാക്ഷിയാക്കി തന്റെ കഴുത്തിൽ ഡെവിൾ താലി കെട്ടിയ ആ നിമിഷങ്ങൾ. തന്റെ ഉടലാകെ അവന്റെ ശരീരം ഇഴഞ്ഞു നീങ്ങിയ മണൽത്തരികൾ. എങ്ങോ തണുത്തുറഞ്ഞ് വീശിയ കാറ്റ് അവളുടെ ദേഹത്ത് ചൂടായി പകർന്നു. ആ ഓർമ്മകൾ എന്നെ സന്തോഷിപ്പിക്കുന്ന പോലെ ഡെവിളും അറിയുന്നുണ്ടാകുമോ? ഡെവിളിന്റെ ഉള്ളിലും ആ രാത്രിയുടെ നനുത്ത തണുപ്പുണ്ടാകുമോ? നോക്കി നിൽക്കെ ഡെവിൾ മുന്നിലേക്ക് നടന്നു നീങ്ങി. വാ മോളെ, നമുക്ക് ഇവിടെ ഇരിക്കാം. അവനെ പിന്തുടർന്നു നിന്ന ദേവനിയുടെ കൈയെ പിടിച്ചു നിർത്തിക്കൊണ്ട് മാധവി മെല്ലെ മണൽ തിട്ടയിലേക്കിരുന്നു. അപ്പോഴും ഡെവിളിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി ദേവിനി മാധവിയുടെ അടുത്തേക്കിരുന്നു. കണ്ണു മറയോളം അവനെ നോക്കി ഒരു ചെറുപുഞ്ചിരിയോടെ നിന്നവൾ പെട്ടെന്ന് എന്തോ ഓർത്ത് കിഴിച്ചുകൊണ്ട് കളിച്ചു. തെല്ലൊരു കൗതുകത്തോടെ തിരിഞ്ഞ് മാധവിയെ നോക്കി. മാധവിജി. എന്താ മോളെ? ഞാനൊരു കാര്യം ചോദിച്ചാ മാധവിജി പറയോ? എന്താ കൊച്ചിനെ അറിയണ്ടേ? ചോദിച്ചോ. ഞാൻ ആ പൂള് വീണില്ലേ, അതിനുശേഷം എന്താ നടന്നത്? എന്തിനാ മോളെ? ചുമ്മാ അറിയാനാ. അപ്പോ എനിക്ക് ബോധമില്ലായിരുന്നല്ലോ. ആർക്കെ കുഞ്ഞിന്റെ ശബ്ദം കേട്ടാ ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി വന്നത്. നോക്കുമ്പോ എന്താ ആ വെള്ളത്തിൽ നിന്ന് കൊച്ചിനെ കോഴി എടുത്തോണ്ട് വരുന്ന ഋഷിക്കുഞ്ഞിനെ ഞാൻ കാണുന്നേ. മോള് മരിച്ചു തന്നെയാ മാധവി വെച്ച് കരുതിയേ. അങ്ങനെ ആയിരുന്നില്ലേ മോളുടെ കിടപ്പ്? ആണോ? അവൾ അതിശയത്തോടെ ചോദിച്ചു. പിന്നല്ലാതെ, ഋഷിക്കുഞ്ഞിന്റെ കണ്ണു നിറയുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. അത് മോളുടെ ആ കിടപ്പ് കണ്ട് ഞാനും ഭാനുമതിയും എല്ലാരും ഞെട്ടി ഒരേ നിൽപ്പായിരുന്നു.
എന്നിട്ടെന്താ പിന്നെ എന്തൊക്കെയാ ചെയ്തതെന്ന് ആ കുഞ്ഞിന് പോലും അറിയില്ല. വെപ്രാളായിരുന്നില്ലേ അതിന്. ഋഷിക്കുഞ്ഞ് മോളുടെ വയറ്റിലമർത്തി കുറേ വെള്ളം കളഞ്ഞു. എന്നിട്ടുണ്ടോ മോള് എഴുന്നേക്കുന്നു. പിന്നെ എങ്ങനെ എഴുന്നേറ്റേ? അതോ, ശ്വാസം കിട്ടാതെ കൊച്ചു കിടന്ന് പിടഞ്ഞപ്പോ ആ കുഞ്ഞ് മോക്ക് ശ്വാസം തന്നെ. എന്ന് വെച്ചാ ഈ കുഞ്ഞു പിള്ളേർക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോ വായിലമർത്തി അമ്മമാർ ശ്വാസം കൊടുക്കില്ലേ, അതുപോലെ. ഒരു നിമിഷം ദേവിനി അങ്ങനെ അത്ഭുതത്തോടെ മാധവിയെ നോക്കി. മാധവിജി വെറുതെ പറഞ്ഞല്ലോ. ഓ പിന്നെ, ഇതൊക്കെ ആരേലും വെറുതെ പറയോ? ഓ, ഇത് കണ്ട് എന്റെ ജീവനാ നിന്ന് പോയെ. എന്റെ ഋഷിക്കുഞ്ഞ് ഇതുപോലെ വേറെ ആരോടും പെരുമാറിയിട്ടില്ല. ഇത്ര സങ്കടപ്പെട്ട് ആ കുഞ്ഞിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. എന്തായാലും ഒന്നുറപ്പാ, മോളോട് ഋഷിക്കുഞ്ഞിന് എന്തോ ഒരു കാര്യമുണ്ട്. മാധവി പറയുന്തോറും അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം കയറി വന്നു. നൂൽ പൊട്ടിയ പട്ടം കടക്കി അവളുടെ ഉള്ളം പാറി പറന്നു. കണ്ണുകൾ എന്തെന്നില്ലാതെ തിളങ്ങി. അതിൽ കണ്ണീരിന്റെ നനുത്ത പാട പടർന്നു. ഒരു ചെറുപുഞ്ചിരിയോട് ദേവിനിയുടെ മിഴികൾ മുന്നിലേക്ക് നീങ്ങിയത്. പെട്ടെന്ന് കടലിന്റെ ഒരു ഭാഗത്തേക്ക് കുട്ടികളുടെ കളിച്ചിരിയുടെ ഒച്ച കേട്ടു. കളിത്തീരത്തിന്റെ ഒരു കോണിൽ കുഞ്ഞുങ്ങൾ വർണ്ണ ബലൂണുകൾ വെച്ച് കളിക്കുന്നു. അവളുടെ മുഖം പനിനീർപ്പൂവിനെ പോലെ വിടർന്നു. അവൾ പോലും അറിയാതെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. മോളെ, നീ ഇതെങ്ങോട്ടാ? ദേഹം അനങ്ങരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? പക്ഷേ അവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ദേവിന് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു. ഞാനും കൂടട്ടെ? കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് കയറി അവൾ ചോദിച്ചതും ഒരു കുഞ്ഞ് ബലൂണിന്റെ നൂൽ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ദേവിനി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അത് വാങ്ങി കുട്ടികൾക്കൊപ്പം വട്ടം ചുറ്റി കളിച്ചു. അവളുടെ പൊട്ടിച്ചിരിയുടെ ശബ്ദം തിരമാലകളിൽ ചിന്നിച്ചിതറി. അവളുടെ ചില്ല് കണക്കിയുള്ള അവളുടെ ആ പൊട്ടിച്ചിരി. അകലെ നിന്ന് ഡെവിൾ മെല്ലെ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ആ പുഞ്ചിരി അവന്റെ ചുണ്ടിലും ഒരു മേഘം പോലെ പെയ്തിറങ്ങി. നിന്നിട പോലും മറന്നുകൊണ്ട് ഡെവിൾ അവളെ അങ്ങനെയേ നോക്കി നിന്നു. മനസ്സ് തുറന്നു ചിരിക്കുന്ന ദേവിനിയുടെ മുഖം ആദ്യമായി കാണുന്ന അവന്റെ മനസ്സിലേക്ക് ആ ചിരി അത്രമേൽ ആഴത്തിൽ പതിഞ്ഞു. പെട്ടെന്ന് ഡെവിളിന്റെ നോട്ടം ഒന്ന് മാറിയതും അവനെ സംശയത്തോടെ നെറ്റിച്ചുളുക്കി നോക്കുന്ന ഭാനുമതിയെയാണ് അവൻ കണ്ടത്. തെല്ലൊരു പരുങ്ങളോടെ ഡെവിൾ പുരികൻ തൊട്ട് തിരിഞ്ഞു. പെടുന്നനെ ബീച്ചിൽ എന്തൊക്കെയോ പന്തികേട് ഡെവിളിന് തോന്നി. ചുറ്റും ആരൊക്കെയോ ഉള്ള പോലെ, ആരൊക്കെയോ പിന്തുടരുന്ന പോലെ. മുന്നിൽ അങ്ങിങ്ങായി കാണുന്ന പലരുടെയും നോട്ടം ഡെവിളിൽ സംശയമുണർത്തി. വേഗത്തിൽ ഡെവിൾ തന്റെ മുന്നിൽ സംശയമുണർത്തിയ ഓരോ വ്യക്തികളുടെയും കണ്ണുകളിലേക്ക് മാറി മാറി കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, പരിഭ്രാന്തിയോടെ അവൻ ദേവിനിക്ക് നേരെ ഓടി. അപ്പോഴും കുട്ടികൾക്കിടയിൽ കളിച്ചു ചിരിച്ചു നിൽക്കുകയായിരുന്നു ദേവിനി. ഡെവിൾ ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ഒന്നും മനസ്സിലാകാതെ ദേവിനി അങ്ങനെ ഒരു അതിശയത്തോടെ നോക്കി. അവളുടെ കൈ മുറുകെ പിടിച്ചവൻ റോഷനെ നോക്കി അലറി, റോഷ, എല്ലാവരും പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറി, അറിയാം. എന്താ ഏട്ടാ? നീ ഞാൻ പറഞ്ഞത് കേട്ടാ, പെട്ടെന്ന് വണ്ടി എടുക്കുക. പിന്നെ റോഷൻ ഒന്നും കേൾക്കാൻ നിന്നില്ല. പെട്ടെന്ന് ഭാനുമതിയെയും റിയയെയും കൂട്ടി വണ്ടിയിലേക്ക് കയറി, ഒപ്പം മാധവിയും. ഡെവിൾ അവളുടെ കൈ പിടിച്ച് വേഗത്തിലോടുമ്പോൾ അവളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. ആ ഓട്ടത്തിനിടെ ഡെവിൾ ആരോടോ ബ്ലൂടൂത്ത് വഴി പറഞ്ഞു, ഗെറ്റ് റെഡി. എന്താ പറ്റിയേ? ദേവിന് തെല്ലൊരു ഭയത്തോടെ കേട്ടു. അവനിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. കാറിലേക്ക് ദേവിനിയെ വലിച്ചു കയറ്റിയവൻ പിന്നിലെ കാറിൽ എല്ലാവരും കയറിയോ എന്ന് ഉറപ്പുവരുത്തി. മാധവി ഉൾപ്പെടെ എല്ലാവരും കയറിയോ എന്ന് ഉറപ്പു വന്നവൻ വേഗത്തിൽ കാറിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കി. ചെവിയിലേക്ക് വിരലമർത്തിക്കൊണ്ടവൻ ഗൗരവത്തോടെ പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടാക്കി വേഗത്തിൽ പാഞ്ഞു. ഒന്നും മനസ്സിലാകാതെ ദേവിയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിന്നിരുന്നു. കാറിന്റെ വേഗത അതിന്റെ എക്സ്ട്രീം സ്പീഡിനെ തൊട്ടു. പിന്നാലെ പിടിക്കാൻ റോഷന്റെ കാർ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു വെടിവെച്ച് കേട്ടതും ദേവിനി ഒരു ഞെട്ടലോടെ പിൻഗ്ലാസിലൂടെ തിരിഞ്ഞു നോക്കി. റോഷന്റെ കാറിന് പിന്നാലെ പാഞ്ഞു വരുന്ന രണ്ട് വെളുത്ത കാറുകൾ. അതിനകത്തു നിന്നും പുറത്തേക്ക് തലയിട്ട് തോക്കുമായി അവർക്ക് നേരെ ഉന്നം പിടിക്കുന്ന രണ്ടാളുകൾ. ഡെവിൾ കാറാവിജനമായ റോഡിലൂടെ വേഗത്തിൽ റോഡിന്റെ രണ്ടു വശവും മാറി മാറി വെട്ടിച്ചു. പിന്നിൽ നിന്നുള്ള അടുത്ത ഫയർ അവളുടെ കാറിന്റെ ബ്ലാക്ക് ഗ്ലാസിനെ തുളച്ചകത്തേക്ക് പാഞ്ഞു കയറി. ദേവിന് ഭയത്തിൽ അലറി. കാർ വെട്ടിച്ചു മാറ്റുന്നതിനിടെ അവളുടെ തല താഴേക്ക് പിടിച്ച് താഴ്ത്തി ഡെവിൾ പരിഭ്രാന്തിയിൽ അവളെ നോക്കി വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് ഡെവിളിന്റെ ബ്ലാക്ക് കാറ്റ്സിന്റെ കറുത്ത കാറുകൾ അവർക്ക് പിന്നിലായി ഇരച്ചു കയറി വന്നു. പിന്നെ അവർ തമ്മിലായിരുന്നു. ആ കിട്ടിയ അല്പാവസരത്തിൽ ഡെവിൾ റോഷന്റെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ ഏട്ടാ, എന്താ ചെയ്യാ? റോഷ, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അടുത്ത ലെഫ്റ്റ് തിരിഞ്ഞ് നിനക്ക് ബൈപ്പാസ് കയറും.
നീ അങ്ങോട്ട് പോയിക്കോ, അവർക്ക് വേണ്ടത് എന്നെയാണ്. ശരിയടാ. റോഷന്റെ കാർ മുന്നിലെ ഇടത്തേക്കുള്ള വഴി തിരിഞ്ഞതും ഡെവിൾ കോട്ടിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന തോക്ക് കയ്യിലേക്ക് എടുത്തു. പിന്നിലേക്ക് ചൂണ്ടി കാഞ്ചി ആഞ്ഞു വലിച്ചു. ആ ശബ്ദം ദേവിനുടെ കാതുകളിൽ തുളച്ചു കയറി. അപ്പോഴേക്കും കാർ ഇടതൂർന്ന കാട്ടിലേക്ക് കയറിയിരുന്നു. വലതുവശത്ത് അഗാധമായ ഗർത്തം, ഇടതുവശം തിങ്ങി ഞെരിഞ്ഞ കാട്. നിർത്താതെയുള്ള ആ വെടിവെപ്പിൽ ഡെവിളിന്റെ ബ്ലാക്ക് ഹെഡ്സിന്റെ ഒരു കാർ സ്റ്റിയറിംഗ് തെറ്റി ആ കൊക്കയിലേക്ക് പതിച്ചു. അത് കണ്ട് ഡെവിൾ കലിയോടെ വെളുത്ത കാറിലെ ഡ്രൈവറെ ലക്ഷ്യമാക്കി വേഗത്തിൽ വെടിയുതിർത്തു. നിയന്ത്രണം വിട്ട കാർ റോഡിലെ വശത്തായി കൂടിക്കിടന്ന പാറയിലിടിച്ചു വലിയൊരു ശബ്ദത്തോടെ പൊട്ടിച്ചിതറി. എന്നാൽ തെറിച്ച് റോഡിലേക്ക് വീണു. കത്തിയമരുന്ന ആ വെളുത്ത കാറിന് പിന്നിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഡെവിളിന്റെ ബ്ലാക്ക് ഹെഡ്സിന്റെ ആ കറുത്ത കാർ പെട്ടുപോയി. പക്ഷേ അപ്പോഴും ശേഷിച്ച ഒരു വെളുത്ത ശത്രുവിന്റെ കാർ ഡെവിളിന് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള തുടർച്ചയായ ഗൺഷൂട്ടിൽ ഡെവിളിന്റെ കാറിലെ ടയറിൽ വെടിയേറ്റ് കാറിന്റെ കൺട്രോൾ അവന്റെ കയ്യിൽ നിന്നും പോയി. സ്കിഡ് ചെയ്ത കാർ ആ കൊക്കയിലേക്ക് ഭയാനകമായ ഒച്ചയുടെ മലക്കം മറന്നു.